നിങ്ങളിപ്പോൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓൺലൈനാണ്. അത് എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ അല്ലാണ്ട് ഓൺലൈനായിട്ട് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് എന്താണ് ഓൺലൈൻ കോഴ്സാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകളൊന്നും ഒരു ലൊക്കാലിറ്റിയിൽ നിന്നുള്ള ആളുകളല്ല. രണ്ടാമത്തത്, ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ആളുകളും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, എംപ്ലോയ്മെൻറ്റിലുള്ള. എനിക്ക് നമ്മൾ പിന്നെ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ എംപ്ലോയ്മെൻറ്റിൽ കറൻലി വേറെ എംപ്ലോയ്മെൻറ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ, പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ, യൂറോപ്പിലുള്ള ആളുകളൊക്കെ നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കരിയർ ഷിഫ്റ്റിന് വേണ്ടി, കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു പുതിയ ജോബിലേക്ക് കടക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഓൺലൈൻ ആയിരിക്കും പ്രിഫറൻസ്. പല ആളുകളും മിഡിൽ ഈസ്റ്റിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് വിസയിൽ ജോലി ചെയ്യാറുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആവാൻ പറ്റും. ഒന്നാമത് ഇല്ലീഗലാണ്, അവരെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ വിസിറ്റ് വിസയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. വിസ ഇസ് എ ബാരിയർ. പിന്നെ മൂന്നാമത് ഇൻഡസ്ട്രി, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസൾട്ടിങ് ഫേമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോയിലാണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പെർട്ടൈസ് എന്ത് ചെയ്യും ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടും.